ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ജൂൺ മാസം വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയുടെ വിതരണം ഇന്ന് ആരംഭിക്കുകയാണ്. മുൻ മാസങ്ങളിൽ വിതരണം ചെയ്തത് വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നേരത്തെയാണ് ഇത്തവണത്തെ പെൻഷൻ വിതരണം നടക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ നിരവധി വാദപ്രതിവാദങ്ങൾ ഉയരുന്ന ഈ സാഹചര്യത്തിലാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടുള്ള അറിയിപ്പ് KN ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചത്. ഇത് ഇന്ന് മുതൽ, അതായത് ജൂൺ 20 വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നും അതോടൊപ്പം 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമെല്ലാം ഈ ധനസഹായം എത്തുമെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരുന്നു. ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതോടൊപ്പം തന്നെ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാനായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് കൂടി ചെയ്തെങ്കിൽ മാത്രമേ തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ യോഗ്യത ലഭിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് തന്നെയാണ്. ഇന്ന് ജൂൺ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ എല്ലാ മാസങ്ങളിലും പെൻഷൻ കൃത്യമായിട്ടുള്ള കണക്കെടുപ്പിന് വേണ്ടി സൈറ്റ് ക്ലോസ് ചെയ്യുന്ന തീയതിയാണ് 20 എന്നത്. അതുകൊണ്ട് തന്നെ 20-ാം തീയതിയോടെ തന്നെ, അതായത് ഇന്നത്തോടെ തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരണമെന്നുള്ള ഒരു നിർബന്ധവുമില്ല. മുൻ മാസങ്ങളിലും സർക്കാർ കൃത്യമായ ഒരു തീയതി അറിയിക്കുകയും വിതരണം ആരംഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ചില തടസ്സങ്ങൾ മൂലം കുറച്ചുകൂടി വൈകിയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ധനസഹായം എത്തിച്ചേർന്നത്. ഒരു സാഹചര്യവും കൂടി ഉണ്ട് എന്ന കാര്യം എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്. പിന്നീട് അവശേഷിക്കുന്നത് ശനിയാഴ്ച കൂടിയാണ്. അതിനാൽ തന്നെ അടുത്ത ആഴ്ചയോടെ മാത്രമേ പെൻഷൻ വിതരണം പരിപൂർണ തോതിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അത് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ ഒരു തീയതി അറിയിക്കുന്നുണ്ടെങ്കിലും ആ തീയതിയിൽ പെൻഷൻ വിതരണം ആരംഭിക്കണം എന്ന് മാത്രമുള്ള നിർദ്ദേശമുള്ളൂ. കൃത്യമായി അത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചിരിക്കണമെന്ന കൃത്യമായ നിർദ്ദേശം അതിലില്ല. പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 2 ആഴ്ചയോളം സമയം സർക്കാർ ഉത്തരവ് പ്രകാരം അനുവദിക്കാറുണ്ട്. അതിനാൽ തന്നെ ആ സമയത്ത് എപ്പോൾ വേണമെങ്കിലും പെൻഷൻ വിതരണം നടത്തിയാൽ മതിയാകും. ഇന്ന് തന്നെ പെൻഷൻ തുകയായ 1600 ലഭിക്കണമെന്നില്ല. ചിലപ്പോൾ 1-2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് തുക എത്താനും സാധ്യതയുണ്ട്. അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കൾ ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ് ബയോമെട്രിക് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ്. ഈ മാസം 25-ാം തീയതി മുതൽ പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ്. അതിനാൽ 25-ാം തീയതി തന്നെ വന്ന് പെൻഷൻ ഗുണഭോക്താക്കൾ ഈ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. 2 മാസത്തോളം ഇതിനുവേണ്ടി സമയം അനുവദിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന സമയങ്ങളിൽ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ അക്ഷയ ജീവനക്കാർ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതായിരിക്കും. എന്നാൽ ആ വിവരങ്ങൾ കൃത്യമായി അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും അവർക്ക് നിങ്ങളുമായി ബന്ധപ്പെടുവാനുള്ള മൊബൈൽ നമ്പർ കൊടുക്കുവാനും ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് നിലവിൽ 30 രൂപയാണ് ഫീസായി നൽകേണ്ടത്. വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് 50 രൂപയും. ഓഗസ്റ്റ് 24-ാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനായുള്ള സമയം സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ആധാർ കാർഡാണ് പ്രധാനമായും മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ട രേഖ. ഇനി ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. ഇനി തിരക്കുകൾ കൂടുന്ന സമയത്ത് ചില നേരങ്ങളിൽ സെർവർ തകരാറിലാകാം. അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് അന്വേഷിക്കുക. അതിനുശേഷം മാത്രം പോയി മസ്റ്ററിംഗ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.